പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്ന ഒരാളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. പെറ്റമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. തീർച്ചയായും നമ്മുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും. വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പ് തോന്നും. അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല. പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും വിശ്വാസത്തോടു കൂടി ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ ഈശോയെ, പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ അങ്ങേക്കൊപ്പം ആയിരിക്കുമ്പോൾ കഴിഞ്ഞ രാത്രിയിൽ നിന്റെ ഉള്ളം കയ്യിൽ എന്നെ കാത്തു പരിപാലിച്ചതിനും സ്വസ്ഥമായ ഉറക്കം നൽകിയതിനും പുതിയൊരു ദിനത്തിലേക്ക് വിളിച്ചുണർത്തിയതിനും 1000 നന്ദി. എൻ്റെ ദിവ്യകാരുണ്യ ഈശോയെ, പാപികളായ ഞങ്ങൾക്കെന്നും അനുഭവവേദ്യമാകുവാൻ അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഞങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും നിയോഗങ്ങളെ ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ നിന്റെ സാമീപ്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. മാതാവേ, തളർന്ന മനസ്സും ശരീരവുമായി അങ്ങേ മക്കൾ ജപമാല ചൊല്ലുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹം തരാൻ ഈശോയോട് പറയണമേ. പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും തമ്പുരാൻ്റെ സ്നേഹം അമ്മ പകർന്നു നൽകണമേ. പിതാവായ ദൈവത്തിന് പ്രിയ മകളും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് അമ്മയും പരിശുദ്ധാത്മാവിനെ ഉദരത്തിൽ വഹിച്ചവളുമായ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ദൈവമാതാവേ, അങ്ങയുടെ ശക്തിയേറിയ മാധ്യസ്ഥതയ്ക്കായി ഞാനും എൻ്റെ കുടുംബവും അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾ അമ്മയുടെ മുൻപിൽ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും അമ്മ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പിതാവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സന്തോഷവും കടന്നു വരുവാൻ തടസ്സമായിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും കെട്ടുകളെയും അമ്മയുടെ മധ്യസ്ഥതയിൽ അഴിക്കപ്പെടണമേ. ഞങ്ങളുടെ ജീവിതപാതയിലെ എല്ലാ അന്ധകാരത്തെയും നീക്കി ഞങ്ങളുടെ ജീവിതപാതകളെ പ്രകാശപൂരിതമാക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തിൽ ഞാനെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഞാൻ അമ്മയുടെ മുൻപിൽ കാഴ്ചവെക്കുന്നു. അങ്ങ് അത് ഏറ്റെടുത്ത് അതിനെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ നിർമ്മല കരങ്ങൾ നീട്ടി എന്നെ അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവപിതാവിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, ഞാനിതാ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അങ്ങ് എന്നെ സ്വീകരിച്ച് എന്നെ പരിപൂർണനാക്കി എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ.
പരിശുദ്ധ മാതാവേ, കണ്ണീരിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മ കടന്നു വരേണമേ. അമ്മയുടെ വരവിനാൽ എൻ്റെ കുടുംബത്തിലെ എല്ലാ ബന്ധനങ്ങളുമായി എൻ്റെ കുടുംബത്തെ എല്ലാവിധ ദുഷ്ടാരൂപികളിൽ നിന്നും മോചിപ്പിച്ച് എൻ്റെ കുടുംബത്തെ എല്ലാ സന്തോഷത്തിലും ദൈവസ്നേഹത്തിലും വളർത്തുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങൾക്ക് സ്വന്തമാകുവാനും കഴിയട്ടെ എന്ന് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഭൗതിക സുഖങ്ങൾ ഏറുമ്പോൾ ഞങ്ങൾ ഒരിക്കലും അമ്മയിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയാക്കാതെ എപ്പോഴും അമ്മ ഞങ്ങളോടൊപ്പം ഇരുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും പൂർണ്ണത അനുഭവിക്കുവാനായി അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം തേടി ഞാൻ എൻ്റെ അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം എൻ്റെ ജീവിതത്തിൻ്റെ ബലവും എൻ്റെ ജീവിതത്തിലെ ജ്ഞാനത്തിൻ്റെ ഉറവിടവുമാണ്. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാവിധ കഷ്ടതകളും എല്ലാവിധ കടബാധ്യതകളും നീക്കി സങ്കടങ്ങൾ നീക്കി സന്തോഷത്തിൻ്റെ നാളുകൾ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. പരിശുദ്ധ അമ്മേ, സ്വർഗീയ റാണി, ഞങ്ങൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളെ സഹകരിക്കുന്ന ജനങ്ങളുടെ മധ്യത്തിലും അമ്മയെ പറ്റിയും തിരുക്കുമാരനെ പറ്റിയും ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനും അവരെ ദൈവത്തിലേക്ക് ചേർക്കുവാനും ദൈവമഹത്വം എന്തെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, കൃപാസന പ്രസാദവര മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തോടെ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സാഹചര്യത്തിലും അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ. ജോലി നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ സങ്കടങ്ങളിൽ ജീവിക്കുന്ന മക്കളെ അമ്മ സഹായിക്കണമേ. അമ്മേ, തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് അതിവേഗം ഒരു നല്ല ജോലി കൊടുത്ത് അമ്മ അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകളെ അമ്മ മാറ്റിക്കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, മദ്യപാനികളായ ഓരോരുത്തരെയും അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുടുംബത്തിലെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുത്തി കണ്ണീരിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവരുടെ ദുഃഖത്തിൻ്റെ മേൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ. അമ്മേ മാതാവേ, അവരുടെ കുടുംബജീവിതത്തിൽ ഒരു പുതുജീവൻ നൽകി സന്തോഷം അവർക്ക് ദാനമായി നൽകണമേ. മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, സ്വർഗത്തിൽ നിന്നും പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അവർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അമ്മ അനുഗ്രഹിക്കണമേ. അന്യദേശത്തേക്ക് ജോലിക്കായി പോകുവാൻ പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് അവർ ആഗ്രഹിക്കുന്ന റിസൾട്ട് കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. അവർ ആഗ്രഹിക്കുന്ന ജോലി സ്ഥാനത്ത് അവരെ എത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും
ഒന്നും കാരണമാക്കാതെ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും അമ്മ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആവശ്യത്തിന്മേൽ അമ്മ അനുഗ്രഹം ചൊരിയണമേ. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നെഞ്ചുപൊട്ടി വിളിച്ചാൽ ഇറങ്ങി വരുന്ന ഞങ്ങളുടെ കൃപാസന പ്രസാദപര മാതാവേ, ഞങ്ങളുടെ വേദനകളുടെയും തകർച്ചകളുടെയും നിമിഷങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കുവാൻ അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരയണമേ. ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരയണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമായി ഞങ്ങളോടൊപ്പം അമ്മ ഉണ്ടാകണമേ. ശാന്തതയും സമാധാനവും ഐശ്വര്യവും നൽകി ഞങ്ങളുടെ കുടുംബത്തെ പരിപാലിക്കണമേ. ഞങ്ങൾ അമ്മയിലാണ് ആശ്രയിക്കുന്നത്. ഓ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ മതിയാവോളം വേദന നിറഞ്ഞു നിൽക്കുന്നുവെന്ന് അമ്മ അറിയുന്നുവല്ലോ. എത്രയൊക്കെ സന്തോഷത്തോടെ നടക്കുന്നവരായാലും ഞങ്ങളുടെ മൗന നൊമ്പരങ്ങളും ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളും അമ്മയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സഹായത്തിനായി ഞങ്ങൾ നിലവിളിക്കുന്നു. ആരും കേൾക്കാതെയും കാണാതെയും പോയ ഞങ്ങളുടെ നീറുന്ന നോവുകളും തകർച്ചകളും അമ്മയുടെ സഹനങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്തു വയ്ക്കുന്നു. ഞങ്ങളുടെ ദുഃഖങ്ങളിൽ അമ്മയുടെ മുഖം തേടുമ്പോൾ ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നു. എന്തെന്നാൽ അമ്മയിലാണ് ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന യേശുവിൻ്റെ അമ്മയുടെ കരങ്ങളിലാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾ തകർന്നു പോയ നിമിഷങ്ങളിൽ, വീണുപോയ സ്ഥലങ്ങളിൽ, കരഞ്ഞു തളർന്ന ഇടങ്ങളിൽ അവിടുന്ന് ആശ്വാസമായി കൂടെ ഉണ്ടാകണമേ. ഞങ്ങളെ തകർത്തു കളയുമെന്ന് പറഞ്ഞവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ ബലമായ അങ്ങേ നെഞ്ചിലെ സ്നേഹം ആണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഓ പ്രിയപ്പെട്ട അമ്മേ, ഒരു സംരക്ഷണ കവചത്തിനുള്ളിൽ ഞങ്ങളെ എന്നും നയിക്കുന്നത് അമ്മ തന്നെയാകുന്നു. ഈ ദിവസത്തിലും അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങൾ പറയാതെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുകയും ആവശ്യമായതെല്ലാം നൽകുകയും ചെയ്യുന്ന അമ്മയുടെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, പരിശുദ്ധ അമ്മേ നാഥേ, അങ്ങയുടെ സമൃദ്ധമായ സ്നേഹവും കരുണയും ഞങ്ങളുടെ മേൽ എന്നും എപ്പോഴും ചൊരിയണമേ. ഇന്നേ ദിവസം എനിക്കായി നിശ്ചയിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും പരിശുദ്ധ അമ്മേ മറിയമേ, അങ്ങ് എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളും വിജയിപ്പിക്കണമേ. ഈശോയുടെ നാമത്തിൽ എൻ്റെ എല്ലാ ബന്ധനങ്ങളും തകർക്കപ്പെടട്ടെ. അവിടുത്തെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. വിശുദ്ധ കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയുടെ തിരുക്കൈകളിലെ തിരുമുറിവിൽ നിന്ന് വീഴുന്ന രക്തത്തുള്ളികളുടെ ശക്തിയാൽ എൻ്റെ എല്ലാ തടസ്സങ്ങളും ദുഃഖങ്ങളും നീങ്ങിപ്പോകട്ടെ. പാപിയായ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടട്ടെ. എൻ്റെ കണ്ണുനീരിൽ കുതിർന്ന എല്ലാ ആവശ്യങ്ങളും, പ്രത്യേകിച്ച് ഞാനിപ്പോൾ സമർപ്പിക്കുന്ന ഇവിടെ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കാവുന്നതാണ്.
ഞാൻ ഇപ്പോൾ സമർപ്പിച്ച എൻ്റെ ഈ നിയോഗവും ഈശോയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് ദൈവ ഇഷ്ടപ്രകാരം സാധിച്ചു തരണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവം ആഗ്രഹിക്കാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കാതിരിക്കട്ടെ. സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ നിറയുവാൻ അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അമ്മയുടെ സഹായം ഞങ്ങൾ യാചിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറ്റിത്തരയണമേ. ഞങ്ങളുടെ ഭവനത്തിൻ്റെ കടബാധ്യതകൾ, രോഗപീഠകൾ, പൈശാചിക ബന്ധനങ്ങൾ, മറ്റെല്ലാ തടസ്സങ്ങളും ദുഃഖദുരിതങ്ങളും അമ്മയുടെ അത്ഭുത ശക്തിയാൽ എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ നിലവിളിയിൽ അവിടുന്ന് കേൾക്കണമേ. അമ്മയുടെ അനുഗ്രഹം അത്ഭുതമായി ഞങ്ങളിൽ ചൊരിയണമേ. സ്വർഗരാജ്യം അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും വസ്തുവകകളെയും സമ്പാദ്യങ്ങളെയും ഞങ്ങളുടെ എല്ലാ പോരായ്മകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഞങ്ങളുടെ ഭവനത്തിന്മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ വ്യക്തിജീവിതത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഒറ്റപ്പെടലുകളും അവഗണനകളും ഞങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുമ്പോൾ അമ്മയുടെ കരുണയുള്ള നോട്ടം ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഒരിക്കലും ഞങ്ങളെ വിട്ട് പിരിയരുതേ. ഒരിക്കലും തകരാൻ അമ്മ ഞങ്ങളെ അനുവദിക്കരുതേ. എല്ലാ പ്രയാസങ്ങളിലും അമ്മയുടെ ശക്തമായ കരുതലും സ്നേഹവും ഞങ്ങൾക്ക് നൽകുമെന്ന് ഞങ്ങൾ അമ്മയിൽ വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ ഭാരങ്ങളും നീക്കി ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുവാൻ അമ്മ ഞങ്ങളുടെ അരികിൽ തന്നെ ഉണ്ട്. ഞങ്ങളെ ഒരു നാളും ലജ്ജിക്കുവാൻ അമ്മ ഇടവരുത്തുകയില്ല. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളും ഈശോയ്ക്ക് സമർപ്പിച്ച് അങ്ങേ കരങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയോഗങ്ങളുടെ അനുഗ്രഹം വാങ്ങിത്തരണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും
ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.